ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് എൻ്റെ വെയിറ്റ് ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ സ്കിൻ ട്രാൻസ്ഫോർമേഷനും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആയതിൻ്റെ പിന്നിലുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാതെ, ഒരു തെളിവോട് കൂടി കാണിച്ചു തരാതെ നമുക്കത് പറയാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വീഡിയോ ഇടാം. എങ്ങനെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണോ എന്നുള്ളതൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, വെയിറ്റ് ട്രാൻസ്ഫോർമേഷനും അതുപോലെ നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷനും ഒക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫേസും അതുപോലെ തന്നെ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഐലൈനറും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം നമ്മുടെ ആ ഒരു സ്കിന്നിനെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നേരത്തെയുള്ള ഭംഗിയെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നത് എന്ന് ഞാൻ തെളിവ് സഹിതം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അല്ലാതെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ കാണുന്നവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ ഒക്കെ ഇത്രയും എഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇത്രയും എഫക്റ്റീവ് ആണോ എന്നൊക്കെ തോന്നില്ലേ. അതുകൊണ്ട് ഒരു തെളിവോട് കൂടി കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഐയിലേക്ക് പോകാം. ഞാനിപ്പോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സൺസ്ക്രീമും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടില്ല. ബെയർ ആയിട്ടുള്ള എന്റെ നാച്ചുറൽ സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഞാനൊരു ഐലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡെയിലി ബേസിസിൽ നമ്മൾ ഈ പറയുന്ന ഐലൈനറും അതുപോലെ ലിപ്സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്താലുള്ള ഒരു നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ആദ്യമേ ഞാൻ ഐലൈനർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബെയർ സ്കിൻ ആണ്, വേറെ ഒരു കാര്യവും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല ഇതിന്റെ അകത്ത്. ഈ ഒരു സ്കിന്നിൽ ഫേസ് വാഷ് വെച്ച് ക്ലെൻസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഡയറക്ട്ലി ഒരു ഐലൈനർ എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ ഇടാൻ പോകുന്ന ഐലൈനർ. ഒരു ബേസിക് ഐലൈനർ ആണ്, നമ്മുടെ എൻവൈബയുടെ ഒരു ഐലൈനർ ആട്ടോ. ഇതാണ് ഞാനിപ്പം അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ ഒരു നമ്മൾ ചെറിയൊരു കാര്യം, ഒരു സൺസ്ക്രീമും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഐലൈനർ യൂസ് ചെയ്താലുള്ള ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ വാട്ടർ ലൈനിലും അതുപോലെ ലോവർ വാട്ടർ ലൈനും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് അതാണ്. കാരണം കാജിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കാജിലൊക്കെ സ്പ്രെഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനർ ആണ്. അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് അതാണ്. അപ്പം അത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അപ്പർ വാട്ടർ ലൈനിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലോവറിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പൊ ഞാൻ അപ്പർ ആൻഡ് ലോവർ വാട്ടർ ലൈനിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ഇത്. അപ്പൊ ആ ഒരു ഐയുടെ ഒരു ബ്യൂട്ടി, നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ബ്യൂട്ടി ഉള്ളത് നമുക്കത് അവിടെ എൻഹാൻസ് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണാം. കുറച്ചുകൂടെ എടുത്ത് കാണാം. നമ്മളുടെ ആ ഒരു അടഞ്ഞ കണ്ണുകൾ, അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഒരു ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഐലൈനേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് എഴുതുമ്പോഴത്തേക്ക് അത് നാച്ചുറലി അങ്ങ് മാറി കിട്ടും. അപ്പൊ ആ ഒരു കണ്ണിനുള്ള ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഫേസിനെ അഫക്റ്റ് ചെയ്യില്ല. സോ ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കുക. കണ്ണിനൊരു നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി അവിടെ നിന്ന് നമുക്ക് എൻഹാൻസ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ നമുക്കത് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്തോട്ട്, അതായത് സൺസ്ക്രീമും മോയ്സ്ചറൈസറും മറ്റും അപ്ലൈ ചെയ്തതിന് ശേഷം ഐലൈനർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ലാസ്റ്റ് ഒരു ടച്ചപ്പ് എന്ന നിലയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലിപ് ഷെയ്ഡ് ന്യൂഡായിട്ടാണെങ്കിൽ നല്ലത്, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ വരുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ രണ്ടെണ്ണമാണ്. ഇപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ ആ ഒരു ലിപ്പിനെ പോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡസ്കി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് വാഷ് ഔട്ട് ആയി പോകും ചില ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതും കൂടെ അപ്ലൈ ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി. സോ ലിപ് ലൈനർ ഞാൻ ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്.
നമ്മളുടെ ലിപ്പിന്റെ അത് ലൈൻ ചെയ്ത് കൊടുക്കുക. കോർണർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന് അത് ഭംഗിയായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെബ്ലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അതാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഫേസിൽ വന്നേക്കുന്ന ആ ഒരു എടുപ്പ് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. നമ്മുടെ മുഖത്തിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് എടുത്തേക്കാണ്. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണ്. ഒരു ലിപ് ലൈനറും അത് ഒരു ലിപ്സ്റ്റിക്കും ആ ഒരു ഐലൈനറും നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബേർ സ്കിന്നിൽ തന്നെ വന്നേക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മുടെ ആ ഒരു ബ്യൂട്ടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ തന്നെ ഒരു പൊട്ടും കൂടി ഇട്ടേക്കാം. അപ്പം ഞാൻ അതിന്റെ കുറവുണ്ടല്ലേ, ഒരു പൊട്ടും കൂടെ ചെറുതായിട്ട്. ഐലൈനർ വെച്ചിട്ടാണ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ഐലൈനറും ആ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് സ്കിന്നിൽ നോർമലി ഒന്നും അപ്ലൈ ചെയ്താത്ത എൻ്റെ ഒരു ബേർ സ്കിന്നാണ് ഇത്. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനായിട്ട് ടൈം എപ്പോഴാണ്, പെട്ടെന്ന് തന്നെ ഇത് കഴിയുമോ, ഇതിനൊക്കെ ഒരുപാട് ടൈം എടുക്കില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് നമ്മൾ ഡെയിലി ബേസിസിൽ ഇത് ചെയ്യുമ്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഐലൈനർ ഇതുപോലെ താഴെയും മുകളിൽ എഴുതാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആദ്യമൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തുള്ളൂ. നമ്മളൊരു പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാം. സോ അതിനു വേണ്ടി നമ്മളുടെ ഇത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ടൈം ഒന്നും ഈ പറയുന്ന പോലെ എടുക്കത്തില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് അത്രയൊന്നും എടുക്കില്ല. നമ്മൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ അത്രയൊന്നും എടുക്കത്തില്ല. ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫേസിന് ചേരുന്ന ഏതെങ്കിലും ഒരു ലിപ് ഷെയ്ഡ് കണ്ടുപിടിച്ച് വെക്കുക. നമുക്ക് ഡെയിലി ബേസിസിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ ടോണിന് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ബ്രൈറ്റൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ലുക്ക് തരുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത് ഈ മെബ്ലിന്റെ ഈ ഒരു ഷെയ്ഡാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ലിപ് ലൈനറും കൂടെ ലൈൻ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ലിപ്പ് നിൽക്കും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഐലൈനർ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഐലൈനർ യൂസ് ചെയ്യണം എന്ന് ഇത്രയും സ്ട്രെസ് ചെയ്ത്, ഐലൈനർ അല്ല ലിപ് ലൈനർ എന്തുകൊണ്ട് ഇത്രയും യൂസ് ചെയ്യണമെന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഡസ്കി സ്കിന്നുകാർ ഒരു ലിപ് ലൈനർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ലിപ് ലൈനർ ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഭംഗിയുള്ളതാവുമോ അല്ലെങ്കിൽ ഇത്രയും ചേഞ്ച് നമുക്ക് വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഇതായിട്ട് കാണിക്കാം, പ്രൂഫോട് കൂടി കാണിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇട്ടത്. ഇതിന്റെ ബാക്കി അതായത് ലിപ് ലൈനേഴ്സും അതുപോലെ ലിപ്സ്റ്റിക്കും രണ്ടും കൂടെ യൂസ് ചെയ്താലും അല്ലാതെ യൂസ് ചെയ്താലും ഉള്ള ഡിഫറൻസ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ആ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾ കാണത്തുള്ളൂ. ഓക്കെ, സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാതെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതും ലിപ് ലൈനർ കൂടി അപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കാണിച്ചു തരുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.